ഹായ് പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് നമ്മളുടെ 21 ദിവസ ചലഞ്ചിലെ 21ാമത്തെ ദിവസമാണ്. അപ്പോൾ എൻ്റെ ഈ ചലഞ്ച് ഫോളോ ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ യൂണിവേഴ്സിനും നന്ദി. എനിക്കിത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ച് 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കൊടുത്ത ഒരു ചലഞ്ചായിരുന്നു. അതും സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്തതിൽ ഞാൻ പ്രൗഡാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. വീഡിയോ വാച്ച് ചെയ്തതും എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചലഞ്ചിലേക്ക് കടക്കാം. ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ലെങ്തി ചലഞ്ചാണ്, ഒരു ദിവസത്തെ ചലഞ്ചല്ല. നിങ്ങളുടെ ഒരു വർഷത്തെ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഹെൽത്ത്, കരിയർ, മണി, റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഗ്രോത്ത്, ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട 5 കാര്യങ്ങൾ, ഓരോന്നിലും ഓരോ ഗോൾസ് വെച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഹെൽത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായ ഒരു റിക്കവറിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക. അതല്ല നിങ്ങൾ വെയിറ്റ് ലോസ് ആണ്, വെയിറ്റ് ഗെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്, എന്താണോ നിങ്ങൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത ഒരു വർഷത്തെ ഗോള്, അത് നിങ്ങൾ എഴുതുക. രണ്ടാമത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ഗ്രോത്ത് എന്താണ് എന്നുള്ളത് ഗോളായിട്ട് സെറ്റ് ചെയ്യുക. കരിയറിൽ നിങ്ങൾ ഏത് കരിയറിൽ നിങ്ങൾക്ക് എന്ത് ലെവലിൽ നിങ്ങൾക്ക് എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക. മണി ഏരിയയിൽ നിങ്ങൾ എത്രത്തോളം ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാനാണ് ഒരു വർഷം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിലെത്രത്തോളം നിങ്ങളുടെ മനസ്സുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ ആയിരിക്കണം എഴുതേണ്ടത്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്ര ആയിരിക്കണം, നിങ്ങളുടെ സോഴ്സുകൾ എന്തൊക്കെയായിരിക്കണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് എഴുതി വയ്ക്കുക. പിന്നെ പേഴ്സണൽ ഗ്രോത്ത്, നിങ്ങളെങ്ങനെയാണോ നിങ്ങളെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങൾ, നിങ്ങളെന്തെങ്കിലും ശീലങ്ങൾ, നിങ്ങളെന്തെങ്കിലും ഹോബീസ് ആരംഭിക്കുന്നുണ്ടോ, നിങ്ങളെന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പേഴ്സണലി നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് നിങ്ങൾ ഗോളായിട്ട് സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയാത്തതെന്ന് തോന്നുന്ന ഒന്നും നിങ്ങൾ ഗോളായിട്ട് സെറ്റ് ചെയ്യാതിരിക്കുക. മനസ്സ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മനസ്സ് നിങ്ങളെ ഒപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഗോളും സെറ്റ് ചെയ്യാം. മനസ്സാണ് നമ്മളുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗോള് സെറ്റ് ചെയ്യല്ലേ, വ്യക്തമായിട്ട് എഴുതുക. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവ് ഉണ്ടാകരുത്, ഒരു സംശയം ഉണ്ടാവരുത്. അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഞാനിത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ലെവലേശം ഉണ്ടാവാൻ പാടില്ല. സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു വർക്ക് നടക്കില്ല. അപ്പം അതുകൊണ്ടാണ് ആ ഒരു മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം. പിന്നെ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഈ ഓരോ ഗോളും അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ മടിയാണോ, നിങ്ങൾക്ക് ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ കരിയറിൽ മുന്നേറാനായിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് മണിയാണോ പ്രശ്നമായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എന്ത് കാര്യമാണ് നിങ്ങളെ ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതെന്നുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ പ്ലാൻ എന്താണ് എന്നുള്ളതിന് ഒരു രൂപരേഖ എഴുതി തയ്യാറാക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക, ഓരോ ദിവസവും നിങ്ങൾ ഇതിനു വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾ എത്ര മണി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരു കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം മണി സ്പെൻഡ് ചെയ്താലാണ്, ടൈം സ്പെൻഡ് ചെയ്താലാണ്, അതിനുവേണ്ടി ഒരു സ്പേസ് സ്പെൻഡ് ചെയ്താലാണ് നമുക്കിതൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വയ്ക്കുക. അടുത്ത ഒരു വർഷം നിങ്ങൾ നേടേണ്ടുന്ന
5 ഗോളുകൾ, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എഴുതുക. ആ തടസ്സങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാമെന്ന് എഴുതി വയ്ക്കുക. ഇത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ഇതിനു വേണ്ടി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 10 മിനിറ്റ് നിങ്ങൾ ഓരോ ഗോൾസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ഡെയിലി സ്പെൻഡ് ചെയ്യുക. ഇപ്പം കരിയറിനാണെങ്കിൽ എന്തെങ്കിലും സ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ടൈമും മണിയും ഒക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ ഓരോന്നും നമ്മളിലേക്ക് അട്രാക്റ്റ് ആകുക. നമ്മൾ ഒരു തന്ത്രവും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഗോൾസിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എല്ലാം നേടിയെടുക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾക്ക് സാധിക്കുക തന്നെ ചെയ്യാം. അതിന് നമുക്കൊരു വിൽ പവർ വേണം എന്നുള്ളതാണ്. നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിൽ പവർ ഉണ്ടാകണം. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. ഹാർഡ് വർക്ക് ചെയ്യാതെ വെറുതെ മാനിഫെസ്റ്റേഷൻ ഒന്നും വർക്ക് ചെയ്യില്ല. ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുകൾ നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നും ഇതെടുത്ത് വെച്ച് വായിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്കതൊരു പ്രചോദനമാകും എന്നും. അങ്ങനെ നിങ്ങൾ ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ കരിയറിൽ, മണിയിൽ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൽ, ഹെൽത്തിൽ, റിലേഷൻഷിപ്പിൽ എല്ലാം ഗ്രാജുവലി ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി. നിങ്ങൾക്ക് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിങ്ങൾ ഈ മേഖലകളിലെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന അച്ചീവ്മെൻറ്റിൽ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ചലഞ്ച് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ ടോപ്പിക്കൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.